ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പോൾ നമുക്ക് നാളെ നോമ്പ് തുടങ്ങുകയല്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഇറങ്ങിയതാണേ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ വാങ്ങിക്കുള്ളൂ. പക്ഷേ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വാങ്ങിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയല്ലേ ഈ വെയിലത്തൊക്കെ. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ പേരുള്ള ഒരു ബസ് കണ്ടിട്ടോ, അതാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കട തന്നെയാണ്, അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് അതിൻ്റെ തന്നെ വേറൊരു ഔട്ട്ലെറ്റ് ഉണ്ടായി ഞങ്ങളെ അടുത്ത്, അത് ഇതുവരെ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഇറങ്ങിയത്. ഇവിടെ പോയപ്പോൾ എനിക്ക് ഞങ്ങൾ സാധാരണ പോകുന്നതിലും കുറച്ചും കൂടി വലിയതായിട്ട് തോന്നി ഈ സൂപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ വേറൊരു ഔട്ട്ലെറ്റിലാണ് ഞങ്ങൾ എപ്പോഴും പോകുന്നത്, അത് പക്ഷേ ഇതിൻ്റെ അത്ര വലിപ്പമില്ല, കുറച്ച് ചെറുതാണ്. എത്തിയ പാടെ തന്നെ ഞാനൊരു കാർട്ടുമായിട്ട് ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇതിലെടുത്തിടണം. ഞാൻ അവിടെ നിന്ന് എല്ലാം ലിസ്റ്റ് ചെയ്ത് വന്നാലേ എനിക്ക് ഓർമ്മ ഉണ്ടാവും എന്തൊക്കെ വേണമെന്ന്. ഇവിടെ എത്തിയപ്പോൾ എന്നോട് എല്ലാം മറന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിക് കൂടും, അപ്പം ഞാൻ അതിലായിപ്പോവും. അപ്പം എല്ലാം മറന്നു പോവും. പിന്നെ എന്താണ് ഓരോന്നോരോന്ന് ഞാൻ എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചിട്ട് അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് ആലോചിച്ചിട്ട് എന്നിട്ട് അത് വീട്ടിലുണ്ടോ എന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെയാണ് എടുക്കുക. ഇപ്പം എന്നോടെല്ലാം ബ്ലാങ്ക് ആയിപ്പോയി. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ എടുക്കുകയായിരുന്നു. നോമ്പിനേക്ക് ശരിക്കും മെയിനായിട്ട് വേണ്ട ഫ്രൂട്ട്സും പച്ചക്കറികളും പിന്നെ ഈ കാരക്ക ഐറ്റംസ് ഒന്നും ഞാൻ ഇവിടെ നിന്നല്ല കേട്ടോ വാങ്ങിക്കുന്നത്. അതൊക്കെ പച്ചക്കറികളൊക്കെ ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങിക്കും, അല്ലാണ്ട് ഈ കാരക്ക ഐറ്റംസൊക്കെ ഞാൻ ഈ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഓരോ സാധനങ്ങളും മുന്നിൽ വെച്ചത് നല്ല അഴുക്കായി കിടക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ ഇപ്പം തീരാൻ പോകുന്ന സാധനങ്ങളാണ് മുന്നിൽ വെച്ചത്. അപ്പം നമ്മളെ പറ്റിക്കാനാവില്ലല്ലോ, ഞാൻ അതൊക്കെ അവിടെ വെച്ച് ഉള്ളിൽ പോയിട്ട് സാധനം എടുത്ത്. അപ്പോൾ നമുക്ക് നല്ല ഡേറ്റുള്ള ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടി. എനിക്ക് പിന്നെ നോമ്പായി കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. നിങ്ങൾ അവിടെയൊക്കെ എന്താണ് നോമ്പ് തുറക്കുന്ന സമയത്ത് മെയിൻ ഫുഡ്? ഞങ്ങളവിടെ പത്തിരിയാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടാവുക. പിന്നെ നമുക്ക് ആഗ്രഹം തോന്നുന്ന ചില ദിവസങ്ങളിൽ ബിരിയാണിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കും. പക്ഷേ മെയിനായിട്ട് ഉണ്ടാവുക പത്തിരിയാണ്. അപ്പോൾ അരിപ്പൊടി കൂടുതൽ വേണം. പക്ഷേ ഞാൻ അതൊന്നും ഇവിടുന്ന് വാങ്ങിക്കില്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവരുവാണ് കേട്ടോ ചെയ്യുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി വരുന്ന സമയത്ത് കൊണ്ടുവന്നായിരുന്നു. പിന്നെ വറ്റൽമുളക് അല്ലല്ലോ, ഇതിനെന്താ പറയുന്നത്, തൈര് മുളക്, അതും പിന്നെ പപ്പടമൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പക്ഷേ ഇവിടുത്തെ പപ്പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വറ്റൽമുളക് മറ്റേ തൈര് മുളക് ഞാൻ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ. നോമ്പ് സമയത്ത് അത്താഴ സമയത്ത് എല്ലാവർക്കും ഈ തൈര് മുളകൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറയും. ഞാൻ പിന്നെ അങ്ങനൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാണ്ട് എനിക്ക് വേണ്ട ഐറ്റംസ് മാത്രമേ ഞാൻ എടുക്കൂ കേട്ടോ. പിന്നെ നമ്മളെ വെളിച്ചെണ്ണ ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കലില്ല, ക്യാൻറ്റീനിലൊക്കെ കിട്ടും നമ്മളെ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ. പക്ഷേ ഇവിടെ വേറെയാണ് കിട്ടുന്നത്. നല്ല റേറ്റാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നാട്ടിലേനെക്കാട്ടിലും ഇവിടെ 500 ഗ്രാമിന് 219 രൂപയാണ്. നമ്മുടെ നാട്ടിലും ആ റേറ്റ് ഉണ്ടല്ലേ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക്. എന്തായാലും ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റാണ് വരിക ഇവിടുത്തെ വെളിച്ചെണ്ണ. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൂല. പിന്നെ നമുക്ക് എന്തെങ്കിലും നോമ്പ് സമയത്ത് ഇങ്ങനെ ബട്ടർ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും പിന്നെ ബട്ടറും ഒക്കെ എടുത്ത്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഇവിടെ നമ്മളെ കേരളത്തിലെ പോലെ തന്നെ ഒരുപാട് തെങ്ങുകളും തേങ്ങയൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ എന്നിട്ടും ഇവിടെ എന്താണാവോ തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ എത്ര വില. എന്തായാലും ഞാനതൊന്നും എടുത്തില്ല, ഞാൻ എനിക്ക് വേണ്ടത് മാത്രം എടുത്ത്. ഞാനിങ്ങനെ ചിന്തിച്ച് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ റമദാൻ സമയത്ത് ഇങ്ങനെ പൊരികൾ ഉണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ സാധനം എടുത്ത് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇത് ആവാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ കെട്ടിയവന് വേഗം ഒരു ഉള്ളീൻ്റെ കവർ എൻ്റെ കയ്യിൽ തന്നിട്ട് പോവാം മതി, സമയമില്ല എന്നും പറഞ്ഞു കേട്ടോ. ഇനി അവിടെ നിന്നാൽ ഇനിയും പോക്കറ്റ് കാലിയാവും എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും. ചക്ക കണ്ടോ ഗൈസ്, നമ്മളെ നാട്ടിൽ പോയ സമയത്ത് പഴുത്ത ചക്ക ഇവിടുന്ന് കിട്ടിയില്ല. എൻ്റെ ഫേവറേറ്റാണ് പഴുത്ത ചക്ക. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ കുറേ കിട്ടും, പക്ഷെ വാങ്ങി കഴിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങളെ പടക്കുതിരൻ്റെ മുകളിൽ കെട്ടി വെച്ച് തിരിച്ചു പോവുകയാണ് കേട്ടോ. ആ പോകുന്നത് എന്താണെന്ന് അറിയോ ഗൈസ്, നമ്മൾ ആർമിയിലൊക്കെ ഉപയോഗിക്കുന്ന ടാങ്കറാണ് കേട്ടോ. അത് പോയ റൂട്ടാണ് ഈ കാണുന്നത്. അപ്പം അതിൻ്റെ മര്യാദയ്ക്കുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ പർച്ചേസിങ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് റമദാൻ മാസത്തിലൊക്കെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ബായ്.